മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. നമ്മുടെ BB ഹോട്ടലിലെ ഓരോരുത്തരുടെയും പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മുടെ ജനറൽ മാനേജറായ ലക്ഷ്മി ഓരോരുത്തർക്കും സ്റ്റാർ കൊടുക്കുകയാണ്. ലക്ഷ്മിയുടെയിൽ 10 സ്റ്റാറാണ് ഉള്ളത്. അത് ലക്ഷ്മിക്ക് എങ്ങനെ വേണമെങ്കിലും ഓരോരുത്തരുടെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ വീതിച്ച് കൊടുക്കാവുന്നതാണ്. എന്തായാലും ലക്ഷ്മി വളരെ കറക്റ്റായ രീതിയിൽ തന്നെയാണ് സ്റ്റാർ കൊടുത്തിരിക്കുന്നത്. ആദ്യം നമ്മുടെ ഒനീലിനും ജിഷിനും ഓരോ സ്റ്റാർ വീതം നൽകി. കാരണം അവർ ഷെഫായിരുന്നു. നല്ല രീതിയിൽ തന്നെ അവർക്ക് കൊടുത്തിരുന്ന ക്യാരക്ടർ ചെയ്തതുകൊണ്ട് തന്നെ ഒനീലിനും ജിഷിനും ഓരോ സ്റ്റാർ വീതം നൽകി. അതിനുശേഷം നൂറയ്ക്കും അഭിലാഷിനും നല്ല രീതിയിൽ തന്നെ ഡ്യൂട്ടി ചെയ്തതുകൊണ്ട് അവർക്കും ഒരു സ്റ്റാർ നൽകി. പിന്നീട് ഡോക്ടറായ നെവിന് ഒരു സ്റ്റാർ, ആര്യന് ഒരു സ്റ്റാർ നൽകി, ഷാനവാസിനും അനീഷിനും ഒരു സ്റ്റാർ നൽകി. അതുപോലെ തന്നെ അനുമോൾക്കും ഒരു സ്റ്റാർ നൽകി. എന്നാൽ ബിഗ് ബോസ് ആ സമയം തന്നെ ലക്ഷ്മിയെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നുണ്ട്. അതിനുശേഷം ബിഗ് ബോസ് പറയുന്നത് BB ഹോട്ടലിൻ്റെ ഓണറുടെ മകളായ ആദിലയുടെ സുഹൃത്തായ ആര്യൻ, അതുപോലെ തന്നെ ഹോട്ടലിൻ്റെ ജനറൽ മാനേജറായ ലക്ഷ്മി, ഇവർ 3 പേരും ക്യാപ്റ്റൻസിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടേണ്ടത് അവരുടെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ആദിലയ്ക്കും ആര്യനും സ്റ്റാർ കൊടുക്കാൻ സാധിക്കില്ല. പക്ഷേ ഓൾറെഡി ലക്ഷ്മി ആര്യനൊരു സ്റ്റാർ കൊടുത്തിരുന്നു. എന്തായാലും കൺഫെഷൻ റൂമിൽ നിന്നും ബിഗ് ബോസ് എന്താണ് ലക്ഷ്മിയോട് പറഞ്ഞതെന്ന് നമ്മളെ കേൾപ്പിക്കുന്നില്ല. കൺഫെഷൻ റൂമിൽ നിന്നും ഇറങ്ങി വന്നതിന് ശേഷം ലക്ഷ്മി ആര്യൻ്റെ കയ്യിൽ നിന്നും ആ സ്റ്റാർ വാങ്ങിച്ചതിന് ശേഷം നമ്മുടെ അക്ബറിനാണ് ആ സ്റ്റാർ നൽകുന്നത്. അതുപോലെ തന്നെ സാബുമാനും ഒരു സ്റ്റാർ ലക്ഷ്മി കൊടുക്കുന്നുണ്ട്. അങ്ങനെ 10 പേർക്കാണ് ഇന്ന് സ്റ്റാർ നൽകിയിരിക്കുന്നത്. അങ്ങനെ 16 കണ്ടസ്റ്റൻസിൽ 10 കണ്ടസ്റ്റൻസിനും ഇന്ന് സ്റ്റാർ ലഭിച്ചിട്ടുണ്ട്. ബാക്കി 6 കണ്ടസ്റ്റൻസിൽ ആദിലയ്ക്കും ആര്യനും ലക്ഷ്മിക്കും സ്റ്റാർ ലഭിക്കുകയില്ല. പിന്നീട് സ്റ്റാർ ലഭിക്കാതിരുന്നത് ജിസൈൽ, ബിന്നി, റെന ഫാത്തിമ, ഇവർ 3 പേർക്കുമാണ്. ജിസൈലിൻ്റെ പേര് ആദ്യം സ്റ്റാർ നൽകുന്നതിന് വേണ്ടി പരിഗണിച്ചെങ്കിലും പിന്നീട് ലക്ഷ്മി തന്നെയാണ് സ്റ്റാർ കൊടുക്കുന്നില്ല എന്ന് തീരുമാനമെടുത്തത്. കാരണം ജിസൈൽ സെക്യൂരിറ്റി ആയിരുന്നു. പക്ഷേ സെക്യൂരിറ്റി എന്ന നിലയിൽ ജിസൈലിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചില്ല. കാരണം ശോഭയുടെ ബാഗിൽ നിന്നും ചിപ്സും കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നഷ്ടപ്പെട്ടിരുന്നു. ആ ഒരു റീസൺ പറഞ്ഞാണ് ജിസൈലിന് ഈ തവണ സ്റ്റാർ ലഭിക്കാതിരുന്നത്. റെനയും വലിയ രീതിക്ക് പെർഫോം ചെയ്തില്ല. അതുകൊണ്ട് തന്നെ റെനയ്ക്കും സ്റ്റാർ ലഭിച്ചില്ല. എങ്കിൽ ബിന്നിക്ക് സ്റ്റാർ ലഭിക്കാത്തതിൽ ബിന്നിക്ക് നല്ല സങ്കടമുണ്ട്. ബിന്നി പറയുന്നത് ബിന്നി ഹെഡ് ഷെഫാണ്. ബിന്നി ടാസ്കുകളൊന്നും ചെയ്യണ്ട, അസിസ്റ്റന്റ് ഷെഫുമാരായ ഒനീലിനെയും ജിഷിനെയും കൊണ്ട് ഓരോന്ന് കുക്ക് ചെയ്യിക്കുക എന്നതാണ് തൻ്റെ ടാസ്ക്. അത് താൻ നല്ല രീതിയിൽ തന്നെ ചെയ്തു എന്നാണ് ബിന്നി പറയുന്നത്. എന്നാൽ ലക്ഷ്മി പറയുന്നത് ബിന്നിക്ക് ഡിസിപ്ലിൻ ഉണ്ടായിരുന്നില്ല, കുറച്ച് അലമ്പുകളൊക്കെ ഉണ്ടാക്കി, അതുകൊണ്ടാണ് ബിന്നിക്ക് നൽകാത്തത് എന്നാണ്. എന്തായാലും നല്ല കട്ടക്കലിപ്പിലാണ് സ്റ്റാർ കിട്ടാത്തത് കൊണ്ട് തന്നെ ബിന്നി. പിന്നെ ഇന്ന് BB ഹോട്ടലിൻ്റെ ഫസ്റ്റ് ഡേ ആയതേ ഉള്ളൂ. നാളെയും നല്ല രീതിയിൽ പെർഫോം ചെയ്ത് സ്റ്റാർ വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. ഈ ടാസ്കിലൂടെ ഏറ്റവും കൂടുതൽ സ്റ്റാർ വാങ്ങിക്കുന്ന വ്യക്തി അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റൻസി മത്സരത്തിലേക്ക് ഡയറക്റ്റ് തിരഞ്ഞെടുക്കപ്പെടും. എന്തായാലും ആരായിരിക്കും ആ വ്യക്തി എന്ന് കാത്തിരുന്ന് കാണാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.